നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്ക് മാനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സാർ, ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടെങ്കിലും ഇപ്പോൾ ആ പ്രതിഷേധം ഒരു അതിരുവിട്ട് പോയോ എന്നുള്ള സംശയമാണ്. കാരണം മന്ത്രി ഇപ്പോൾ ആശുപത്രിയിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ണൂരിൽ വെച്ച് പ്രതിഷേധിച്ചപ്പോൾ മന്ത്രിക്ക് സാരമായ പരിക്ക് പറ്റി കയ്യേറ്റം ചെയ്തു എന്നാണ് വാദം. രണ്ട് തലത്തിലാണ് ഇത് വലിയ അമ്പരപ്പുണ്ടാക്കുന്നത്. ഒന്ന്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് KSU പിള്ളേരെത്തിയത്. അതും 4-5 KSU പിള്ളേരുടെ മുന്നിൽ പ്രതിരോധിക്കാനായി ഉണ്ടായിരുന്നത് 25ഓളം പോലീസുകാരാണ്. അപ്പോൾ ഈ 25ഓളം പോലീസുകാരുടെ ഈ വലിയ പ്രതിരോധ വലയം തകർത്ത് മന്ത്രിയെ ആക്രമിക്കാൻ മാത്രം, അതും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാൻ മാത്രം ശക്തി KSUവിൻ്റെ ഈ 4-5 കുട്ടിപ്പിള്ളേർക്കുണ്ടോ? അതാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. അത്തരമൊരു ശക്തി സംഭരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെങ്കിൽ ഇടതുപക്ഷം വിരളും. അതിൻ്റെ ഒരു പ്രതിധ്വനികളാണ് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു നാടകമുണ്ടോ എന്ന് സംശയം. അതാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന വലിയൊരു ആരോപണം. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറയുന്നത് മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ ഒരു പെൺകുട്ടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 2026 ഓസ്കർ അവാർഡ് വീണ ജോർജിന് കൊടുക്കണമെന്നാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ ആ വിഷ്വൽസ് പങ്കുവെക്കുന്നുണ്ട്. KSU വിദ്യാർത്ഥികൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറുന്ന ആ വിഷ്വൽ. പക്ഷേ ആ വിഷ്വലുകളിലൊന്നും ഈ KSU പിള്ളേർ മന്ത്രിയുടെ അടുക്കലെത്തുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. എത്ര ആലോചിച്ചിട്ടും മന്ത്രിക്ക് എങ്ങനെ പരിക്ക് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഇപ്പോൾ KSU വെല്ലുവിളിച്ചു, സതീശൻ വെല്ലുവിളിച്ചു. സതീശനും തീർത്തും സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറയുന്നത് KSU പിള്ളേർ അവിടെ എത്തിയിട്ടില്ല എന്നാണ്. അത് ഒരേ സ്വരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നതും ഇങ്ങനെ തന്നെ. പക്ഷെ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഒരു സംഭവം നടന്നു, അതിന് തൊട്ടു പിന്നാലെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ കസേരയിലേക്ക് തളർന്നിരിക്കുന്ന വീണ ജോർജ്, അവരുടെ കയ്യിലൊരു പാട് കാണാം, കുഞ്ഞു മുറിവ് കാണാം. അവർ വല്ലാത്ത അസ്വസ്ഥതകൾ കാട്ടുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് വീണ ജോർജിനെ മാറ്റുന്നു. ആശുപത്രിയിലേക്ക് എത്തിയ വീണ ജോർജിനെ നേരെ ICUവിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്. പോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയെ വിളിച്ചു, എനിക്ക് മർദ്ദനമേറ്റു എന്ന് വളരെ ദയനീയതയോടെ പറയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിമിഷങ്ങൾക്കുള്ളിൽ, ഒരു മന്ത്രിക്കാണ് ഇവിടെ പരിക്കേറ്റത്, അദ്ദേഹം ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുന്നു. പക്ഷെ അപ്പോഴും സോഷ്യൽ മീഡിയ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിലേക്ക് പോവരുത്, നിങ്ങൾക്ക് പരിക്ക് കയ്യിലോ കഴുത്തിലോ ആണ്, അവർ ചിലപ്പോൾ കണ്ണ് തുറന്നെടുത്തേക്കാം എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ധൈര്യം സംഭരിച്ച് വീണ വിജയൻ സർക്കാർ ആശുപത്രിയിലെത്തി. വീണ ജോർജ് സർക്കാർ ആശുപത്രിയിലെത്തി. പെട്ടെന്ന് തന്നെ പിണറായി വിജയൻ അവിടെ എത്തി. പിന്നീട് കേരളം കാണുന്നത് നടുക്കുന്ന നീക്കങ്ങളാണ്. KK രാഗേഷ് പറഞ്ഞു, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായാവാം ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരമൊരു കയ്യേറ്റം. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് P. ജയരാജൻ പറഞ്ഞു. ജയരാജൻ പറഞ്ഞു 2 ദിവസം മുമ്പ് മന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വെച്ചു. ഇപ്പോൾ മന്ത്രിയെ കടന്നാക്രമിച്ചിരിക്കുന്നു, കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന്. V. ശിവൻകുട്ടി അതിനേക്കാൾ വലിയ ഒരു പ്രസ്താവന നടത്തി. ഇതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾ താങ്ങില്ല. ശിവൻകുട്ടിക്ക് അറിയാം എങ്ങനെ CPM തിരിച്ചടിക്കുമെന്ന്. കണ്ണൂരിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. CPM പെട്ടെന്ന് തന്നെ തേനീച്ച കൂടെ ഇളകുന്നത് പോലെ ഇളകി. കേരളത്തിൻ്റെ നിരത്തുകളിലേക്ക് നേതാക്കൾ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സഖാക്കളും അനുഭാവികളെ ഒക്കെ നിരത്തുകളിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം കത്തിക്കുന്നു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ പെട്ടെന്ന് ഇടിവണ്ടി എത്തി. പല സ്ഥലങ്ങളിലും പോലീസ് കോൺഗ്രസ് നേതാക്കൾക്ക് കാവലൊരുക്കുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ നിർദ്ദേശം നൽകുന്നത് വളരെ സൂക്ഷ്മതയോടെ കോൺഗ്രസ് നേതാക്കൾ നീങ്ങണമെന്നാണ്. കാരണം പ്രത്യാക്രമണം ഉണ്ടാകാം. സമാനമായ ചില സംഭവങ്ങൾ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അന്ന് ഇതൊരു അഭിനയമാണ് എന്ന ആരോപണം ഉയർന്നിരുന്നില്ല. നമുക്കറിയാം, ഇതേ കണ്ണൂരിൽ വെച്ച് ഒരിക്കൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിൻ കൂടിന് നേർക്കായിരുന്നു ഒരു കല്ല് വന്ന് പതിച്ചു. അദ്ദേഹം കാറിൽ സഞ്ചരിച്ചപ്പോൾ ചോര ചീറ്റുന്നത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. ആ കല്ല് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഉയർത്തിയ അന്ന് ഡ്രൈവറെ നമ്മൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങിയ ഉമ്മൻചാണ്ടിയെ നെഞ്ചിൽ അമർത്തിപ്പിടിക്കുകയായിരുന്നു, കാറിനകത്തിരുന്ന് അമർത്തിപ്പിടിക്കുകയായിരുന്നു. അതുപോലെ എത്രയെത്ര ആക്രമണങ്ങൾ. K. സുധാകരന് നേർക്ക് ബോംബാക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് നമുക്കറിയാം. പക്ഷെ അന്ന് അവിടെ MP രാഘവനെ കണ്ണൂർ ജില്ലയിലേക്ക് കയറ്റില്ലായിരുന്നു CPM. തിരുവനന്തപുരത്ത് വെച്ച് TP ശ്രീനിവാസൻ ഒരിക്കൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരണത്തടിച്ച് ചവിട്ടിയിടുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്. ഇതുപോലെ എത്ര ദൃശ്യങ്ങൾ. അപ്പോൾ ഒരിക്കലും നമുക്ക് ആക്രമണങ്ങളെ
അംഗീകരിക്കാനോ ആക്രമണങ്ങൾ ഏതെങ്കിലും തലത്തിലൊരു സമരത്തിൻ്റെ ഭാഗമായി കാണാനോ കഴിയില്ല. ഒരാക്രമണവും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടത്താൻ ഒരു ജനാധിപത്യ ക്രമത്തിൽ അവകാശമില്ല. അതവിടെ നിലനിൽക്കവേ മറിച്ച് ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം ദൃശ്യങ്ങൾ എവിടെ? വീണ ജോർജിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പാർട്ടി മുഖം തിരിക്കുന്നു? ഇതെല്ലാം ഒപ്പിയെടുക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അത് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അതുമാത്രമല്ല, ഒരുപാട് 10-ലധികം ക്യാമറകളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നു. അതിലൊന്നും തന്നെ ഈ ആക്രമണ ദൃശ്യമില്ല എന്നാണ് പറയുന്നത്. അല്ല, പുറത്തു വന്ന ഒരു ദൃശ്യത്തിലും ഇതില്ല. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഒരു ക്യാമറ കണ്ണിലും പെടാതെ മന്ത്രിയെ ആക്രമിച്ച ആ ക്രൂരനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്ന്. കാരണം ഒരു ക്യാമറ കണ്ണിലും പെടാതെ ഇത്ര സമർത്ഥമായി മന്ത്രിയെ ആക്രമിക്കാൻ ഒരു KSU പ്രവർത്തകന് കഴിഞ്ഞുവെങ്കിൽ അവനൊരു അസാധാരണ ജീവിയായിരിക്കും. അപ്പോൾ അതൊരു വല്ലാത്ത പ്രയോഗമാണ്. മന്ത്രി വീണ ജോർജിന് നേരത്തെ തന്നെ പരിക്കേറ്റിരുന്നു എന്ന് ഇപ്പോൾ അലോഷ്യസ് സേവർ പറയുന്നു. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയുടെ ഒരു പരിപാടിയിലെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തനിക്ക് കൈക്കൊരു പരിക്കേറ്റിരുന്നു എന്ന് ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ പരിക്ക് കാണാമെന്ന അലോഷ്യസ് പറയുന്നത്. പിന്നീട് കണ്ണൂരിൽ തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ പരിക്ക് വ്യക്തതയോടെ കാണാം. അവിടെയും അവർ പറഞ്ഞിരുന്നു എൻ്റെ കൈക്കൊരു പരിക്ക് ഉണ്ട് എന്ന്. അപ്പോൾ നേരത്തെ ഏറ്റ ഒരു പരിക്ക് ഇപ്പോൾ ഈ KSU ആക്രമണങ്ങളുടെ ഭാഗമായി അവർ അവതരിപ്പിച്ചതാണോ? പിന്നെ കഴുത്തിന് എന്ത് പറ്റി അത് നമുക്കറിയില്ല. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് പോലീസ് പെട്ടെന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ KSU പിള്ളേരുടെ നേർക്ക് മന്ത്രി ആക്രോശിച്ചടുക്കുകയാണ്. നിങ്ങൾ ആരാ എന്നെ പേടിപ്പിക്കാൻ എന്നുള്ളൊരു മട്ടിൽ പെട്ടെന്ന് പോലീസ് വലയം തീർത്ത് മന്ത്രിയെ സുരക്ഷിതമാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെ എന്തെങ്കിലും ഒരു ആക്ഷനിൽ കഴുത്ത് വെട്ടിയതാവാനുള്ള സാധ്യത ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചിലർ കൈക്ക് ചിലപ്പോൾ പോലീസ് കയറി പിടിച്ചപ്പോൾ കൈക്ക് വേദന ഉണ്ടായി. നേരത്തെ ഒരു പരിക്കുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ വേദന ഉണ്ടായതാവാം എന്ന് പറയുന്നുണ്ട്. ഒരു വനിതാ പോലീസുകാരി ഇവരെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. മറുവശത്ത് KSU പ്രവർത്തകർ ഒരു തരത്തിലും മന്ത്രിയുടെ അടുക്കിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ മുമ്പ് കേരളത്തിൽ എത്രയോ ചെരിപ്പേറുകൾ നടന്നിട്ടുണ്ട്. ഒരു ചെരിപ്പേർ നടന്നിട്ടില്ല. മറ്റ് കല്ലേറോ മറ്റ് അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വെച്ചൊക്കെ KSUവിൻ്റെ 4-5 പിള്ളേർ ഒരു മന്ത്രിയെ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകേഴ്വി ഇല്ലാത്ത കാര്യമാണ്. വലിയ ക്ഷീണം തന്നെയാണ്. അതെ അതെ. ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇത് കണ്ടിട്ട് എവിടെയാണ് മന്ത്രിയെ ആക്രമിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാർ വലയം തീർക്കുമ്പോൾ മന്ത്രി അതിനുള്ളിൽ നിൽക്കുകയാണ്. മന്ത്രി പ്രതിഷേധക്കാർക്ക് നേരെ ചീറിയെടുക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാം. വലിയ ദേഷ്യത്തിൽ ആക്രോശിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മുറിവ് പറ്റുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വേദനിക്കുന്നെങ്കിൽ ആ 9.5 വയസ്സുകാരി വിനോദിനിക്ക് എത്രമാത്രം വേദനിച്ച് കാണും? കൈ മുറിച്ച് മാറ്റപ്പെട്ട കേസ്. അങ്ങനെ ഒരു ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത്. അല്ല, ഈ 5 വർഷം വയറ്റിൽ കത്രിക വെച്ച് നടന്ന ആ സ്ത്രീ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് മുഖ്യമന്ത്രിക്ക് അറിയാം ഈ ചോദ്യം ഉയർന്നു വരുമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വീണ ജോർജിൻ്റെ കാലഘട്ടത്തിലല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെടുന്നുവെന്ന്. പക്ഷേ ഇന്ന് ആരോഗ്യ മേഖലയിൽ വരുന്ന നെഗ്ലിജൻസ് എത്ര മാത്രമാണ്. നമ്മൾ തിരുവനന്തപുരം നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ സംഭവങ്ങൾ കേട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ ദുരന്തകഥ നമുക്ക് മുന്നിലുണ്ട്. എത്ര അനുഭവങ്ങൾ. വീണ ജോർജിന് ആരോഗ്യവകുപ്പ് നയിക്കാൻ പ്രാപ്തിയില്ല എന്ന് പൊതുവെ ജനങ്ങൾ കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഇത്തരമൊരു ദുരന്തം സംഭവിക്കണമെന്ന് ഒരുപക്ഷെ വീണയും ആഗ്രഹിച്ചിരിക്കാം. അല്ലെങ്കിൽ വീണ ഈ സമരക്കാരുടെ നേർക്ക് ആക്രോശിച്ചടുക്കാനുള്ള സാധ്യതയില്ല. സമരക്കാരെ കാണുമ്പോൾ സുരക്ഷിതയായി മാറി നിൽക്കുകയാവും മിക്ക മന്ത്രിമാരുടെയും ആദ്യ ശ്രമം. അതിനു പകരം നേരെ അവർക്ക് നേരെ അടുത്തു. ഇപ്പോൾ MB ഗോവിന്ദൻ അതിശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മന്ത്രിയെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നതെന്ന്. CPMലെ മിക്ക മന്ത്രിമാരും ഇപ്പോൾ, കാരണം ഒരുപാട് MLAമാർ പരസ്യ ആഹ്വാനങ്ങളുമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തവണ സിറ്റിംഗ് MLAമാർക്കൊക്കെ സീറ്റുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊരു ആദ്യമായി ഒരു ജീവൻ കിട്ടിയിരിക്കുകയാണ്. അതും മന്ത്രി വീണയിലൂടെ CPMന് ഒരു ഓക്സിജൻ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുവെ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പലവിധ വാർത്തകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ മന്ത്രി വീണ നടത്തിയത് ഈ വിഷയങ്ങളൊന്നും മാറ്റാൻ, അതായത് ഒരു സഹതാപ തരംഗം തനിക്ക് നേരേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ്. ഒരു സ്ത്രീയാണ്, ഒരു മന്ത്രിയാണ്, തനിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നു, തന്നെ നിരന്തരമായി ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും തളർത്തുന്നു, വേദനിപ്പിക്കുന്നു, അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമായി കൂടി ഇതിനെ കാണാൻ സാധിക്കുമോ? അല്ല, ഒരു തെളിവ് പുറത്തേക്ക് കേരളത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് വലിയ ബുമറാങ് ആവും.
കാരണം മുഖ്യമന്ത്രിയുടെ ഭാഷ നമ്മൾ കേട്ടു. അണികൾ തൽക്കാലം പ്രകോപനം സൃഷ്ടിക്കരുത്, ജനാധിപത്യ മാർഗത്തിലൂടെ പ്രതിഷേധം നടത്താവൂ, അതേ നാണയത്തിൽ ഈ ഗുണ്ടാപ്പടയ്ക്ക് നേരെ തിരിച്ചടിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. മറുവശത്ത് ശിവൻകുട്ടി അറിയാം എന്ന് പറയുന്നു, ആക്രമിക്കണമെങ്കിൽ ആക്രമിച്ചോളൂ എന്നുള്ള ഈ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇത് എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇവരുടെ ഇത്ര വലിയ ഒരു പ്രതിഷേധത്തിന് കാരണം. മന്ത്രി അത്യന്തം ഗുരുതരാവസ്ഥയിൽ ICUവിൽ കഴിയേണ്ടതുണ്ട്. ICUവിലാണ്, അതിന്റെ ഫോട്ടോ ഒക്കെ പുറത്തു വിട്ടു. മുഖ്യമന്ത്രിയുടെ അടുക്കൽ വളരെ വേദനയോടെ ദേഹമൊക്കെ കവർ ചെയ്ത് കിടക്കുകയാണ്, അങ്ങനെ ICUവിൽ കിടക്കുന്ന ഒരു രംഗം. ഇതിനേക്കാൾ ഭയാനകമായ പലതും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ വിധിക്കപ്പെടും. കാരണം ഇത് കേരളമാണ്. അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ സ്വാധീനിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളോ ദുരന്തങ്ങളോ ഇവിടെ സംഭവിച്ചേക്കാം. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളം ഭരിക്കുന്നവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അത്യന്തം ക്രൂഷ്യലാണ്. വരുന്ന നിയമസഭ കൂടി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അതേ MLA മാർ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയും പുറത്തിറക്കി മത്സരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പണ്ട് തട്ടകയറ്റിയിരുത്തിയ നമ്മുടെ തോമസ് ഐസക്കിനെ ഒക്കെ കളത്തിലിറക്കി, P ജയരാജനെ പയ്യന്നൂരിലിറക്കി, കുഞ്ഞികൃഷ്ണനെ ഒതുക്കണമല്ലോ. അങ്ങനെ ഓരോ തരിമ്പിലും അവർ വലിയ വമ്പന്മാരെ കളത്തിലിറക്കി എങ്ങനെയും ഭരണം പിടിക്കുക. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് ഇതൊന്ന് തുടരണം, അല്ലെങ്കിൽ അദ്ദേഹം വല്ലാത്ത മാനസിക അസ്വസ്ഥതയിൽപ്പെടും. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ ജോർജ് എന്നൊരു വിഷയം കിട്ടിയിരിക്കുന്നത്. വീണ ജോർജിന് പരിക്കേറ്റിട്ടുണ്ട് എങ്കിൽ, അവർ യഥാർത്ഥത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മറിച്ച് ഇതൊരു വ്യാജ പ്രചരണമാണ്, അവർ അഭിനയിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ശരിയെങ്കിൽ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇത് വലിയ ബുമറാങ്ങായി ഇടതുപക്ഷത്തിനും ഭരണപക്ഷത്തിനും തിരിച്ചടിക്കും. ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നപ്പോൾ പലരും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പിണറായി പോലീസ് നടത്തിയൊരു രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു പക്ഷേ മന്ത്രിക്ക് പറ്റിയ പരിക്കായിരിക്കുമെന്നാണ് പറയുന്നത്. കാര്യം മന്ത്രിയുടെ അടുക്കലേക്ക് മറ്റാരും തന്നെ വരുന്നില്ല, പോലീസുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ രക്ഷാപ്രവർത്തനം തിരിച്ചടിച്ചതാണോ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ? കണ്ണൂരിൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തേക്ക് വീണ കല്ല്, അതേ കണ്ണൂരിൽ മറ്റൊരു ദുരന്ത വാർത്ത നമ്മൾ കേൾക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അകമ്പടിയായി അനേക പോലീസ് വാഹനങ്ങളും അനേകായിരം പോലീസുകാരും ഒക്കെ ഉൾപ്പെടെ നവകേരള സദസ്സ് കേരളം മുഴുവൻ കീഴടക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് പാപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ചപ്പോൾ അവരെ ക്രൂരമായി ആക്രമിച്ചത് DYFI ഗുണ്ടകളാണ്. അതെ, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് രക്ഷാപ്രവർത്തനം എന്നാണ്. ചെടിച്ചട്ടി കൊണ്ട് തലയിലടിക്കുന്നതൊക്കെ രക്ഷാപ്രവർത്തനം. ഇതെല്ലാം ഓർമ്മപ്പെടുത്തുക വീണ്ടും കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇത്തരം വിഷയങ്ങൾ ഒരു പൊതു ചർച്ചയിലേക്ക് വന്നിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് മർദ്ദനമേറ്റത്, ഈ രക്ഷാപ്രവർത്തനം, DYFIയുടെ ഗുണ്ടാ നീക്കങ്ങൾ, ഇതൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ സംഭവം ഇടയാക്കും. എന്തായാലും വീണ ജോർജിൻ്റെ ഈ ഒരു സംഗതിയുടെ പതിരും കതിരും ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അവർക്ക് സംഭവിച്ചത്, അത് കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുമോ എന്ന് നമുക്കറിയില്ല. അദൃശ്യമായത് എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും 4:30 മുതൽ DYFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കേരളത്തിൽ എവിടെയും പന്തക്കൊളുത്തി പ്രകടനങ്ങൾ മുതൽ കല്ലേറുകൾ മുതൽ പലതും പ്രതീക്ഷിച്ചോളൂ. കാരണം കളത്തിലിറങ്ങിയിരിക്കുന്ന DYFI CPM ആണ്. തൊട്ടു മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കത്തിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും ഒരു രക്ഷാപ്രവർത്തനം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.